ജയറാമിൻ്റെ ബേസിക് പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് പുള്ളിക്ക് സ്വാഗില്ല. പുള്ളിക്ക് ഫാമിലി പടങ്ങൾ, ഡ്രാമാറ്റിക് ആയിട്ടുള്ള സിനിമകൾ, സ്റ്റോറി ഓറിയൻറ്റഡ്, പിന്നെ ഓഫ് കോഴ്സ് കോമഡി. അത് പുള്ളി കിട്ടില്ല. അപ്പോൾ സി എ ഡി ഉണ്ണികൃഷ്ണൻ, ബി എ ബി എഡൊക്കെ ഞാൻ ഇപ്പോഴും ഇടയ്ക്ക് എടുത്ത് കാണാറുണ്ട്. പുള്ളിയുടെ പഴയ സിനിമകളൊക്കെ എനിക്കിഷ്ടം. മറ്റേ പുള്ളി പളനിയിൽ മറ്റേ ഉച്ചയ്ക്ക് ചോറ് അതിന് പുള്ളി ഫിറ്റായിരുന്നു. പുള്ളിക്ക് ടൈലർ മെയ്ഡ് റോൾസ് ആയിരുന്നു അതൊക്കെ. പുള്ളി കിട്ടലായിട്ട് ചെയ്യുകയും ചെയ്യും, കൈ നിട്ടും ചെയ്യും. പിന്നെ ദിലീപിന് എൻട്രി വന്നതോടുകൂടി ദിലീപിന് ജയറാമില്ലാത്തൊരു സംഭവമുണ്ട്, സ്വാഗ്. ജയറാമിൻ്റെ പഴയ സിനിമകൾ ഇപ്പോൾ എടുത്ത് നോക്കിയാൽ മതി, പുള്ളി സ്വാഗ് കാണിക്കുന്ന സമയത്ത് അങ്ങ് സുഖമില്ല. സ്ക്രീൻഷോട്ട് അടിച്ചാൽ പണി പാടും. പുള്ളി എയർ പിടിക്കുന്നതും ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. പാപ്പ ആ ലെവലിലായി പോകും. ദിലീപിന് അതല്ല. ദിലീപ് ഇപ്പോൾ റൺവേ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ദിലീപിൻ്റെ കോമഡി സിനിമയായിട്ടുള്ള സി ഐ ഡി മൂസയെ പോലും ദിലീപിന് സ്വാഗ് ഉണ്ട്. അപ്പം ജയറാമിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു നടൻ പ്ലസ് സ്വാഗ് വന്നപ്പോൾ ദിലീപ് ഓഫ് കോഴ്സ് സ്റ്റാറായി. ഈ സ്റ്റാർ ഓറ ഇല്ലാത്ത ആൾക്കാരെ സ്റ്റാറാകാൻ പറ്റില്ല. അപ്പോൾ അവിടെ ജയറാമിൻ്റെ ഗ്യാപ്പിലേക്ക് ദിലീപ് കയറി വന്ന് ദിലീപിനെ കൊണ്ടുവന്നതിന് ജയറാമും ദിലീപ് തന്നെ പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളൊരു ക്യാരക്ടർ എഴുതി നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജയറാം ഒരു ദിലീപ് എന്ന ഓപ്ഷൻ വന്നാൽ സ്വാഭാവികമായിട്ടും ദിലീപിനത് പോവാം. ഇപ്പം റൺവേ ഇപ്പം മമ്മൂക്ക് വെച്ച പടാന്ന് ആദ്യം പറയുന്നത്. അടുത്ത ദിലീപിനും അതൊരിക്കലും ജയറാമിന് പോവില്ല. ഇപ്പോൾ സി ഐ ഡി മൂസ ജയറാമിന് പോവില്ല. കണാപ്പറിന് സ്വാഗ് ജയറാമിന് കിട്ടൂല. അപ്പം അങ്ങനെ വന്ന് പുള്ളിയുടെ നാച്ചുറൽ സ്വാഗില്ലായ്മ കൊണ്ട് പുള്ളി ഫില്ലോട്ടായി പോയതാണ്. പിന്നെ പുള്ളി പറഞ്ഞ പോലെ അന്യഭാഷയിൽ പോവുകയും ചെയ്തു. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഓസ്ലർ തന്നെ പുള്ളിക്ക് എടുത്താൽ പോകാത്ത റോളത്. പുള്ളി എങ്ങനെയൊക്കെയോ ഒപ്പിച്ചത് അത് ശ്വാസമൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങളുടെ പറഞ്ഞാൽ ഞാനിപ്പോൾ ജയറാമനെ വ്യക്തിഗത ചെയ്തെന്ന് പറഞ്ഞല്ല, എനിക്ക് തോന്നി അറിയാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഇത് തന്നെ ബെറ്റർ, ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് തന്നെ ബെറ്റർ. നായകനായിട്ട് വരുവാണെങ്കിൽ പുള്ളി എൻ്റെ അടുത്ത് വെറുതെ ഒരു ഭാര്യ ഏതൊരു പടം എൻ്റെ ഹിറ്റായിട്ടുണ്ടായിരുന്നു. അത് എത്രയോ വർഷം അതന്നെ അതേ പറഞ്ഞു, അവസാനമായിട്ട് ഹിറ്റായതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ പിടിച്ച് ചെയ്യാൻ പറ്റും. ഡ്രാമ കോമഡി സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതാണ് ഡ്രാമ, അതിൽ നമുക്ക് ഉണ്ടല്ലോ ഡ്രാമ, കോമഡി, ഇമോഷണൽ സീൻസൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുമ്പോൾ മൂപ്പർ. മറ്റേ ഈ സിനിമയില്ലേ ബാബുവിന് വില്ലനായിട്ടുള്ള, എനിക്ക് ഭയങ്കര മെമ്മറി ലോസ് ഉണ്ട്, അവിടെ ഈ പേര് കിട്ടാത്ത ഒരച്ചായന ഉത്തമനിലൊക്കെ അതിൽ മീമൊക്കെ കണ്ടില്ലേ. അതായത് ദിലീപിൻ്റെ അതേ സോണിൽ ജയറാം സ്ട്രോങ് ആണ്, പക്ഷേ ഈ ഒരു ഒറ്റ സോണിൽ മിസ്സായിപ്പോയി. ഇപ്പോൾ ഇമോഷണൽ സീന് രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്യുമല്ലോ. ലാലേട്ടൻ മമ്മൂക്കിക്ക് എന്താ, ഇവർക്കെല്ലാം ഉണ്ട്, ഇവർക്ക് പറ്റാത്ത പരിപാടിയില്ല. അപ്പം മമ്മൂക്കിക്ക് ഡാൻസ് വീക്കാണെങ്കിൽ പുള്ളിക്ക് അത് പുള്ളിയുടെ ക്യാരക്ടർ ഓറ വെച്ച് പുള്ളി അഡ്ജസ്റ്റ് ചെയ്യും. പുള്ളി ഡാൻസ് കളിക്കാൻ നിർബന്ധമില്ല, എന്തും പോകും. അപ്പോൾ കോമഡി വീക്കാണെങ്കിൽ പുള്ളിയുടെ രീതിയിൽ പുള്ളി കോമഡി കാണിക്കുമല്ലോ. ഇപ്പോൾ ശ്രീധരൻ്റെ ഒന്നാം തിരുമുറൊക്കെ ഞാൻ എപ്പോഴും കാണുന്ന, ഗോളാന്തര വാർത്ത എപ്പോഴും കാണുന്നത്, അത് കോമഡിയില്ല. പുള്ളി ക്യാരക്ടറായി മാറിയിട്ട് പുള്ളി ആ ക്യാരക്ടർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്ന ആ രീതിയിലും കോമഡി ചെയ്യും, ലാലേട്ടൻ ചെയ്യുന്ന രീതിയിലല്ലെങ്കിലും. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ലിമിറ്റേഷൻസ് ഇല്ല. ഈ ലിമിറ്റേഷൻ മമ്മൂക്കിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷേ പുള്ളി ഈസിയായിട്ട് ഓവർകം ചെയ്യും. ഓക്കെ. ഇപ്പം ഈ നമ്മൾ പറഞ്ഞപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു കാര്യം പറയാം. ദിലീപേട്ടൻ്റെ കേസിൻ്റെ വിധി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. അപ്പം ഇപ്പോഴും കോടതി വിധിച്ചിട്ടും പുള്ളിയെ കുറ്റവാളി എന്ന് തന്നെ തീരുമാനിച്ച ഒരു മെജോറിറ്റി വിഭാഗം ഓഡിയൻസ് ഉണ്ട്. പുള്ളിയുടെ സിനിമ കാണില്ല, പുള്ളി ഇപ്പോഴും കുറ്റവാളി എന്ന് കരുതുന്ന ഒരു വിഭാഗം ഓഡിയൻസ് ഉണ്ട്. ഈ ദിലീപേട്ടന് പഴയ ഒരു കണ്ടിന്യൂസ്ലി അദ്ദേഹത്തിന്റെ സിനിമകൾ ഫ്ലോപ്പ് ആവുന്നു. ഫ്ലോപ്പ് ഇൻ ദ സെൻസ് ചില സിനിമകൾ വർക്ക് ആവുന്നില്ല. ഇപ്പൊ ഒന്നും ഫ്ലോപ്പ് എന്നല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ വർക്ക് ആവാതെ പോകുന്ന സിനിമകളാണ് തുടർച്ചയായിട്ട് അദ്ദേഹം സെലക്ഷനിൽ പറ്റുന്ന പാളിച്ചയായിരിക്കാം. അദ്ദേഹം ഒരു പഴയ രീതിയിലേക്ക് തിരിച്ചു വരുമെന്നോ അല്ലെങ്കിൽ ആളുകൾ പഴയ രീതിയിൽ അദ്ദേഹം സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി അദ്ദേഹത്തിന്റെ ഭാവി പഴയ പോലെ ആവുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും ആയിട്ട് കൊളാബ് ചെയ്യണം. അങ്ങനത്തെ ക്രിയേറ്റേഴ്സ് ഇപ്പം തരുൺമൂർത്തി ദിലീപായിട്ട് കൊളാബ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കമൽനീര് ദിലീപായിട്ട് കൊളാബ് ചെയ്യുമോ, അല്ലെങ്കിൽ ദിലീഷ് പോത്തൻ കൊളാബ് ചെയ്യുമോ? നമുക്ക് എഴുതി ഒപ്പിടാൻ പറ്റുന്ന ഡയറക്ടേഴ്സ് അല്ലേ ഇവര്. അപ്പം കൊളാബ് വരണം. അല്ലാതെ ദിലീപിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ബബ്ബ എഴുതിയ പോലെ ഏതെങ്കിലും രണ്ട് പിള്ളേരെ കൊണ്ടുവന്നിട്ട് അത് എഴുതിയിട്ട് കാര്യമില്ല. അത് അത്ര ഇപ്പം സത്യനന്ദിക്കാടിൻ്റെ മകൻ പുള്ളി ഇപ്പം ദിലീപിനെ വെച്ച് പടം ചെയ്യുമോ എനിക്കറിയില്ല. അപ്പം അങ്ങനെയുള്ള നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരു ഡയറക്ടർ പടം വരണം. അല്ലാണ്ട് ദിലീപേട്ടൻ്റെ പടം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പോകുന്ന ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഉള്ളത്. ഡയറക്ടർ പടം വരണം. ഇതിൽ തന്നെ ലാലേട്ടനെ കൊണ്ടുവന്നുകൊണ്ടോ ബബ്ബാണ് ആൾക്കാർ പോയത്. ഫസ്റ്റ് ദിവസം ഇത്രയും ആൾക്കാർ പോയത്. അതെ, ദിലീപേട്ടൻ്റെ സ്റ്റാൻഡ് ലോൺ സിനിമയായിരുന്നെങ്കിൽ അത്ര ഹൈപ്പ് അതിന് കിട്ടൂല. അപ്പം അങ്ങനെയുള്ള കൊളാബ് വരണം. പക്ഷെ അത്തരം ആളുകൾ ദിലീപേട്ടൻ കുറ്റക്കാരനല്ല എന്ന് വിധിച്ചിട്ടും കൊളാബ് അത് പണ്ട് ചെയ്ത ആൾക്കാർ, ഇവരൊക്കെ ദിലീപേട്ടൻ വെച്ച് പണം ചെയ്ത ആൾക്കാരാണല്ലോ. എടുക്കാൻ വില്ലിങ് ആവുന്നില്ല. അതെന്തുകൊണ്ടാവാത്തതെന്നുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോ ഉണ്ടായിരിക്കാം. പുള്ളിക്ക് അഭിനയിക്കാൻ അറിയത്തുണ്ടല്ലോ. ഇനിയിപ്പോൾ പണ്ടത്തെ ഫീൽഡ് ഔട്ടായ ഡയറക്ടേഴ്സ് ഇനിയിപ്പോൾ ചെയ്തിട്ടും കാര്യമില്ല.
ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ ഡയറക്ടർ സെറ്റ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ. നിൽക്കുന്ന ആ ഇപ്പൊ അൻവർ റഷീദ് ഇപ്പം ദിലീപേട്ടൻ വെച്ച് പടം തയ്യാറാവും. അവിടെ എല്ലാവരും അവരുടെ ഒരു ക്ലോസ് സർക്കിളിൽ വെച്ചിട്ടാണ് കൂടുതലും കഥകൾ ആലോചിക്കുകയും casting അപ്പൊ ആ സർക്കിള് എന്ന് പറഞ്ഞാൽ ദിലീപേട്ടനില്ല. അതിൽ നിന്ന് വരുന്ന കോമഡിയും അതിൽ നിന്ന് വരുന്ന ഡ്രാമയും പരിപാടിയൊക്കെ തന്നെ ഇപ്പം വർക്കാവൂല. എങ്ങനെയെങ്കിലും പിന്നെ തള്ളിക്കയറ്റാന്നല്ലാതെ ശരിയാ. അത് ജെന്യൂൻ ആയിട്ട് വർക്കാണ് ഒരു സിനിമ അത്രയും കളക്ട് ചെയ്തൊരു ഹിറ്റ് ആവണമെങ്കിൽ. അത് തള്ളിക്കയറ്റിയാല് ആ തല്ലിയ സർക്കിളിൽ മാത്രമേ ഹിറ്റ് ആവും, പബ്ലിക്കിനായിട്ട് ഹിറ്റ് ആവില്ല. ശരിയാണ്. ഇപ്പൊ ബബ്ബയുടെ റിവ്യൂ ഞാൻ കണ്ടായിരുന്നു. ഈ പഴത്തൊലി തന്നെ വീഴുന്നതൊക്കെ മനഃപൂർവ്വം നമ്മൾ കാണിച്ചേക്കുവാണെങ്കിൽ ഞാനതൊക്കെ വിട്ടു എന്ന് പറയുന്നത്. അതില് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടത് ലാലേട്ടന്റെ ഒരു ഗസ്റ്റ് റോളിനെ നിശിതമായിട്ട് എല്ലാരും വിമർശിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അശ്വന്താണെന്നുണ്ടെങ്കിലും ഗോകുലത്തിന്റെ ഇപ്പം ഈ സിനിമയിൽ ലാലേട്ടൻ ഗസ്റ്റ് റോളാണ്, കത്തനാരിൽ ലാലേട്ടൻ ഗസ്റ്റ് റോളാണ്, ഗോകുലത്തിന്റെ അടുത്ത സിനിമയിലും ലാലേട്ടനാണ് നായകൻ. ഇപ്പൊ മമ്മൂക്ക ഇപ്പൊ ചത്താപ്പച്ചൽ ഗസ്റ്റ് റോൾ വരുന്നത്. പക്ഷെ അതിനും ഒരുപാട് നെഗറ്റീവ് ആളുകളുടെ അഭിപ്രായം പറയുന്നുണ്ട്. ചത്താപ്പച്ചന് മമ്മൂക്ക വന്നത് ചിലപ്പോൾ സ്ലാങ് വൈസ് ആൾക്കാർ കണക്ട് ആയാലൊക്കെ പറയുന്നുണ്ട്. ഈ ഗസ്റ്റ് റോളുകൾ ഇങ്ങനെ ചെയ്യുന്നതില് കമ്മിറ്റ്മെന്റ്സ് കൊണ്ട് ചെയ്യുന്നതായിരിക്കും ഇവർ, അതെയോ ഇവർക്ക് ഇനി എന്ത് നോക്കാൻ കമ്മിറ്റ്മെന്റ്സാ, അല്ലാണ്ട് അങ്ങനെ എന്ത് നോക്കാതാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്തോളൂ. അതല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു ഗോകുലം ഗോപാലൻ ലാലേട്ടനെ പർച്ചേസ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അതായത് കമ്മിറ്റ്മെന്റ്സ് അങ്ങനെയല്ല ഉണ്ടാവുന്നേ. ഇല്ലേ ബബ്ബയിലൊക്കെ ലാലേട്ടൻ തലവെക്കേണ്ട ആവശ്യം എന്താ, അത് കോമഡി വേഷം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ മുൻപേ വേറെ പറഞ്ഞ ഡേറ്റ്സ് ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ എമ്പുരാന് ഇദ്ദേഹമാണല്ലോ ബാക്കപ്പ് ചെയ്ത്. അപ്പോൾ ഒരു പാലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രീതിയിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിൽ മമ്മൂക്ക ഫണ്ടിട്ട പടം ആണ് എനിക്ക് തോന്നുന്നത് ചത്താപ്പച്ച. അതിൽ മറ്റേ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മറ്റേ പുള്ളിയുടെ ജോർജ് ഇല്ലേ, ജോർജ് ഏട്ടനാണല്ലേ. അതുകൊണ്ട് ഇതിന് ഹൈപ്പും പ്രൊമോഷനൊക്കെ വന്നത്. അപ്പോൾ ഇത്തരം സിനിമകൾ ചെയ്യുന്ന സമയത്ത് അതായത് ഇപ്പോൾ ഒരു കൾച്ചറുണ്ട്. ഞാൻ നമ്മുടെ ഭാഷയിൽ മാത്രമല്ല, വെറുതെ കുറച്ച് സമയം വന്ന് ഇപ്പോൾ അടുത്തിറങ്ങിയ ചിരഞ്ജീവിൻ്റെ പടത്തിൽ മറ്റേ നാഗാർജുന വെങ്കടേഷ് അവസാനം കുറച്ച് സമയം. ഇപ്പോൾ സൽമാൻ ഖാൻ മറ്റേ ഇതിൽ ലൂസിഫറിലുണ്ട്, ലൂസിഫറിൻ്റെ തെലുങ്കിലുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ച് പോകുന്നുണ്ട്. കന്നഡത്തിലും ആ ട്രെൻഡ് ഉണ്ട്. ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്കെയിൽ ഒരു ഗ്രാഫ് ഇവരെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, പടം ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വന്ന് അവസാനം ഒരു കിടിലൻ ക്യാമിയോ ഓട്ടോമാറ്റിക്കലി ഒരു ഹൈപ്പ് കയറി. അപ്പോൾ ആ ഒരു കൾച്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഈ പരിപാടി കാണിക്കുന്ന. പക്ഷെ ബബ്ബ പോലത്തെ സാധനമൊക്കെ അയ്യോ ഈ ആ പാട്ട് ഒരുപാട് വിമർശനം കേട്ടായിരുന്നു. എൻ്റെ ഓഡിയോ ഇറങ്ങിയപ്പം ഹൈപ്പ് കയറി. പക്ഷെ തിയേറ്ററിൽ കണ്ടപ്പം അതിനോട് അത്ര ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തോ? എനിക്ക് പേഴ്സണലി തിയേറ്റർ കണ്ടപ്പോൾ അത്ര വലിയൊരു പ്രശ്നമായിട്ട് ഓഡിയോ മാത്രം കേട്ടപ്പോൾ ഒരു പ്രശ്നം തിയേറ്ററിൽ കേട്ടപ്പോൾ ഫീൽ ചെയ്തില്ല. തോന്നിയായിരുന്നോ? എനിക്കത് പാട്ട് മാത്രം കണ്ടപ്പോൾ വലിയ പ്രശ്നമൊന്നും, തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ഭീകര പ്രശ്നമായിട്ട് തോന്നി. ഞാൻ നിങ്ങളെ ഓപ്പോസിറ്റ് എനിക്ക് തോന്നി. കാരണം എനിക്ക് ക്യാരക്ടർ കണ്ടവിടെ മടുത്തുപോയി, ജീവിതം വെറുത്തുപോയി. പിന്നെ ആ ക്യാരക്ടർ പിന്നെ ഈ ഡാൻസ് കൂടി കളിച്ചപ്പോൾ അത് എന്ത് കോസ്റ്റ്യൂംസ്, ലാലേട്ടൻ്റെ കോസ്റ്റ്യൂംസ് ഭയങ്കര മോശം, മോശം, എല്ലാം മോശം. അതിൽ ഫ്രെയിം വെച്ചാൽ മോശം. അതിൽ രാവണപ്രഭുവിലെ സീന് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി, ഇങ്ങനെ മറ്റേ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുന്നേ. പറയണ്ടല്ലോ, ഒറ്റ എക്സാമ്പിൾ പറയാം. രാവണപ്രഭുവിൽ രഞ്ജിത്ത് ക്യാമറ വെച്ചേക്കുന്ന ലോ ആംഗിളിലാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ആ ഒരു സാധനം നമുക്ക് വരുന്നുണ്ട്. ഇത് പുള്ളി ക്യാമറ മുകളിൽ കൊണ്ടുവച്ചിട്ട് ലാലേട്ടൻ ഇല്ല ഫ്രെയിമിൻ്റെ മുകളിൽ ഇത്രയും സ്പേസ് നിങ്ങൾ എടുത്ത് നോക്കിയാണ് ഇങ്ങനെയുള്ള ലാലേട്ടൻ. അപ്പം അത് ഡയറക്ടർക്ക് പ്രശ്നമല്ല, ലാലേട്ടന് മാത്രം പ്രശ്നമല്ല, മേക്കിംഗ് പരിപാടിയൊക്കെ പാളിയിട്ടുണ്ട്. പിന്നെ റീക്രിയേറ്റ് ചെയ്ത് നോക്കുന്നൊക്കെ അത്രയും സെറ്റായിട്ട് ചെയ്യില്ലെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് എഫക്റ്റാണ് ഉണ്ടാവുക.